ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇലക്ഷൻ സ്പെഷ്യൽസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. നമ്മൾ തൃശ്ശൂരിനെ കുറിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും തിരുവനന്തപുരം എന്നെനിക്ക് തോന്നുന്നു. ദേശീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളിൽ ഒരാൾ എന്ന് കൃത്യമായി പറയാവുന്ന ശശി തരൂർ, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സിറ്റിസൺ എന്ന് തന്നെ പറയാവുന്ന ശശി തരൂർ കണ്ടിന്യൂസ് ആയി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ശശി തരൂരിൻ്റെ തട്ടകമാണ് തിരുവനന്തപുരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ തിരുവനന്തപുരത്ത് ഇത്തവണ എന്താണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ എന്താണ് ഇത്തവണ പ്രത്യേകമാക്കുന്നത്, സ്പെഷ്യലാക്കുന്നത് എന്നുള്ളതാണ്. യാതൊരു സംശയമില്ല, BJPയുടെ സാന്നിധ്യം തന്നെയാണ്. BJP കുറച്ച് കാലങ്ങളായി വളരെ ശക്തമായ ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ അതിനെ കുറച്ചുകൂടി സ്പെഷ്യലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന അധികായൻ്റെ രംഗപ്രവേശമാണ്. കാരണം ഓൾറെഡി മന്ത്രിയായിട്ടുള്ള, ഓൾറെഡി വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, വലിയ രീതിയിൽ ഓൺട്രപ്രണറായിട്ടുള്ള, വലിയ ലോങ് ടേം വിഷനുകൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ശശി തരൂരിനോട് മുട്ടാൻ കെലുപ്പുള്ള ഒരാൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂരിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടിരുന്നത് എന്ന് ആലോചിച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. കാരണം നമുക്കറിയാം, തിരുവനന്തപുരം പലപ്പോഴും ചാഞ്ചാട്ടമുള്ള മണ്ഡലമാണ്. നമ്മുടെ PK വാസുദേവൻ നായരെയും അതിനുശേഷം പന്ന്യൻ രവീന്ദ്രനെയും ഒക്കെ ജയിപ്പിച്ചിട്ട് ഇത്തവണയും പന്ന്യൻ മത്സരിക്കുന്നുണ്ട്. വളരെ ജനകീയനായിട്ടുള്ള, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള നേതാവാണ്. കാരണം എനിക്ക് പണ്ട് ഞാൻ അവിടെ MBAക്ക് പഠിക്കുന്ന സമയത്ത് CPIയുടെ ഓഫീസിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അതിന് തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ അദ്ദേഹം വളരെ സാധാരണക്കാരനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അദ്ദേഹം വരും. ചിലപ്പോൾ നമ്മൾ അടുത്തിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. അപ്പം അത്രയും ജനകീയനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ജയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലം. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു മണ്ഡലമാണ്. അപ്പം അങ്ങനെ ഒരു ചായ്വുണ്ട് എന്ന് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരെണ്ണം ഒഴിച്ച് എല്ലാം തന്നെ ഭരിക്കുന്നത് LDFുമാണ്. അപ്പോൾ എന്തായിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടാകുന്ന അടിയൊഴുക്കുകൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് മാത്രം നോക്കാം. ഒന്ന്, എനിക്ക് തോന്നുന്നു ശശി തരൂരിന് ഫേവറബിൾ ആവുന്ന കാര്യം, ഇത്രയും കാലം ശശി തരൂരിന് ഫേവർ ചെയ്തിട്ടുള്ള അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് അദ്ദേഹം ഒരു ഗ്ലോബൽ സിറ്റിസൺ ആണ്. അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല കഴിവുണ്ട്. അദ്ദേഹത്തിന് അതിമനോഹരമായി, ഒരുപക്ഷെ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന മനുഷ്യനാണ്. കാര്യങ്ങൾ ഭംഗിയായി പ്രസൻറ്റ് ചെയ്യാനും അവലോകനം ചെയ്യാനും ഒക്കെ കഴിവുണ്ട്. ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും നമുക്കിപ്പോഴും കേട്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും ശ്രദ്ധേയമായിട്ടുള്ള പ്രസംഗങ്ങളാണ്. ഇതെല്ലാം യാതൊരു സംശയവുമില്ല വലിയ പ്ലസ്സുകളാണ്. അപ്പോൾ ശശി തരൂരിനെ പോലെ ഒരാളെ കിട്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ജനതയ്ക്ക് തന്നെ നാണക്കേടാണ് എന്നുള്ളൊരു ഫീലാണ് കഴിഞ്ഞ തവണയൊക്കെ ശശി തരൂരിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ ഇത്തവണ ചിലപ്പോൾ ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ചെറിയ പ്രശ്നം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ശശി തരൂരിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്, കാര്യമായിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം പല ആളുകൾക്കും ചിലപ്പോൾ മനസ്സിലുണ്ടാവാം. കാരണം അത് ശശി തരൂരിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ആളുകളുടെ കാര്യത്തിലുമുള്ള കുറേ കാലങ്ങളായല്ലോ. ഇനിയിപ്പോൾ ഒരു മാറ്റം നോക്കാം. കാരണം ഒരാളുടെ ജീവിതത്തിലേക്ക് നേരിട്ട് ഒരു MP ചെലുത്താനുള്ള സ്വാധീനം വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഒരു MLAക്ക് കുറച്ചുകൂടിയൊക്കെ പറ്റും. ചിലപ്പോൾ അവരുടെ കല്യാണത്തിനോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു ഫംഗ്ഷനോ അവരുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനോ ഒക്കെ ചിലപ്പം ഒരു MLAക്ക് ചിലപ്പോൾ ഓടി വരാൻ പറ്റിയെന്ന് വരാം. പക്ഷേ ഒരു MP അതിന് സാധിച്ചില്ല എന്ന് വരാം. അപ്പോൾ അയാളുടെ ജീവിതത്തിലേക്ക് നേരിട്ടൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ MP വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പലപ്പോഴും വലിയ സെൻട്രലിലുള്ള വലിയ നയങ്ങൾ, പോളിസികൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു ഇതിനെ മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ശശി തരൂർ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം കുറേ കാലങ്ങളായിട്ട് സെൻട്രൽ ഭരിക്കുന്നത് BJPയാണ്. അപ്പോൾ BJPയുടെ ചില ശക്തമായ നയങ്ങളെ എതിർക്കുക എന്നുള്ളതല്ലാതെ ചില കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. വിഴിഞ്ഞം പോലുള്ള ഒരു വലിയ പ്രൊജക്റ്റ് അവിടെ വരുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എല്ലാം മൊത്തം മാറുന്നതും വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പോർട്ട് വരുന്നതുകൊണ്ടുകൂടിയാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിന് ആദ്യം മുതൽ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിരുന്ന, അല്ലെങ്കിൽ അതിന് വലിയ സാധ്യതയുണ്ട് എന്ന് ലോങ് ടേമായിട്ട് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ശശി തരൂർ. അദ്ദേഹം അത് പോസിറ്റീവായിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവാണ്. പക്ഷേ ജനങ്ങൾ പലരും, പ്രത്യേകിച്ചും തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ പോർട്ടിനെതിരെ ശക്തമായിട്ടുള്ള സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തീരദേശത്തുള്ള ആളുകൾ മുമ്പുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ശശി തരൂരിന് നൽകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അടുത്ത പോയിന്റ്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ശക്തനായ എതിരാളിയാണ്. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ശക്തനായ എതിരാളിയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
നമ്മൾ പലപ്പോഴും രാജീവ് ചന്ദ്രശേഖരനെ കുറച്ച് അകലെ നിന്ന് കാണുമ്പോൾ ഇദ്ദേഹം ഒരു ജാടയാണല്ലോ, ഇദ്ദേഹത്തിന് മലയാളം അറിയാമോ എന്നൊക്കെ നമുക്ക് തോന്നാമെങ്കിലും അദ്ദേഹം ഈയിടെയായിട്ട് കൊടുത്ത കുറച്ച് ഇൻ്റർവ്യൂസിലൂടെയൊക്കെ ആളുകൾക്ക് മനസ്സിലായി അദ്ദേഹം അത്യാവശ്യം മലയാളം വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരാളാണ്, വലിയ ദീർഘവീക്ഷണമുള്ള ആളാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആളുകൾ BJP ഗവൺമെൻറ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ആളുകളുടെ മനസ്സിലുണ്ട്. ആ ഒരു പ്രോബബിലിറ്റിയും രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു ഓറയും ഒക്കെ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇത്തവണ രാജീവ് ചന്ദ്രശേഖരൻ ആയിക്കൂടാ എന്ന് ചിന്തിക്കാനും മതി എന്നുള്ളത് അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് പന്ന്യൻ രവീന്ദ്രനാണ്. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, വളരെ ജനകീയനായിട്ടുള്ള മനുഷ്യനാണ്. എങ്കിൽ പോലും പന്ന്യൻ രവീന്ദ്രന് കാര്യമായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പോൾ ഇത്തവണ കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിലും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ശശി തരൂർ ഉണ്ടാക്കിയിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ബ്രാൻഡുണ്ട്. അത് ഒരു ലോക പൗരൻ എന്നുള്ള രീതിയിലുള്ളൊരു ബ്രാൻഡും, കറപ്ഷൻ ഇല്ലാത്ത, വളരെ കാര്യങ്ങളെ കൃത്യമായി സമീപിക്കുന്ന, വളരെ സ്പെസിഫിക്കായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ളൊരു ഇമേജും പാർട്ടിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കുറേ വോട്ട് ബാങ്ക് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ബിലീവ് ചെയ്യുന്നത് ഇത്തവണ തിരുവനന്തപുരം ശശി തരൂരിൻ്റെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കുമെന്നുള്ളത് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖരന് അത്യാവശ്യം നല്ല ഒരു ഫൈറ്റ് അദ്ദേഹത്തിന് സാധിക്കാൻ സാധ്യതയുണ്ട്. പന്ന്യൻ രവീന്ദ്രൻ ചിത്രത്തിൽ കാര്യമായിട്ട് കാണാൻ സാധ്യതയില്ല. അദ്ദേഹം കുറച്ച് പിന്നിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം കോൺഗ്രസ്സിന് വലിയ രീതിയിൽ വിശ്വസിക്കാവുന്ന ഒരു മണ്ഡലമായി തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് ടോട്ടൽ അനാലിസിസിൽ നിന്ന് വ്യക്തമാവുന്നത്. അപ്പം പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും അവസാന നിമിഷം വരെയും വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് സമ്മാനിച്ചുകൊണ്ടായിരിക്കും തിരുവനന്തപുരം നിലനിൽക്കുന്നത് എന്നും പ്രതീക്ഷിക്കാം. ഓൾ ദ ബെസ്റ്റ്.